നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 45-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 1971 മലയാള സിനിമാ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലും നമ്മളത് പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ പാറപ്പുറത്തിൻ്റെ ജനപ്രീതി ആർജിച്ച ഒരു നോവലായിരുന്നു മകനെ നിനക്ക് വേണ്ടി. ഇത് സിനിമയാക്കി. പക്ഷേ സിനിമയ്ക്ക് നോവലിൻ്റെ ജനപ്രീതി ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. എൻ ബാലകൃഷ്ണനായിരുന്നു സംവിധായകൻ. ഇദ്ദേഹം ഒരു ഛായാഗ്രാഹകൻ കൂടിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ടി വാസുദേവൻ ജയമാരുതിയുടെ ബാനറിൽ മറുനാട്ടിൽ ഒരു മലയാളി എന്ന സിനിമയെടുത്തു. അക്കാലത്ത് ധാരാളം മലയാളികൾ മദ്രാസിലും മറ്റും പോയി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ വിദേശത്ത് പോകുന്നത് പോലെ. അങ്ങനെ മദ്രാസിൽ കുടിയേറിയ മലയാളിയുടെ കഥയായിരുന്നു അത്. നസീർ, ഫാസി, ശങ്കരാടി, വിജയശ്രീ, സാധന, ആലമൂടൻ തുടങ്ങിയവരാണ് ഇതിൽ വേഷങ്ങൾ ചെയ്തത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത 4 ചിത്രങ്ങളാണ് 71 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയത്. മുത്തശ്ശി, ഉമ്മാച്ചു, വിലയ്ക്ക് വാങ്ങിയ വീണ, വിത്തുകൾ ഇവയായിരുന്നു ആ ചിത്രങ്ങൾ. വിലയ്ക്ക് വാങ്ങിയ വീണ വിജയിച്ച ഒരു ചിത്രമാണ്. നസീർ, ശാരദ, ജോസ് പ്രകാശ്, ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ രചന ശ്രീകുമാരൻ നമ്പിയുടേതായിരുന്നു. കാട്ടിലെ പഴമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ എന്ന സെമി ക്ലാസിക് ഗാനം ഇന്നും ശ്രദ്ധേയമാണ്. അതിലെ ഗാനങ്ങൾ വ്യത്യസ്തത പുലർത്തിയവയാണ്. വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊണ്ടവയാണ്. വെസ്റ്റേൺ സ്റ്റൈലിലുള്ള അവൾ നടന്നാൽ ഭൂമി ധരിക്കും എന്ന ഗാനം, അതേപോലെ ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു എന്ന ഗാനം, സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം വളരെ ഫിലോസോഫിക്കലാണ് ആ ഗാനം. അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങളുള്ള സിനിമയായിരുന്നു വിലയ്ക്ക് വാങ്ങിയ വീണ. എന്നാൽ വിത്തുകളുടെ തിരക്കഥ MD വാസുദേവൻ നായരുടേതായിരുന്നെങ്കിൽ പോലും ആ സിനിമ അത്ര വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. മധു, ഷീല, ഉമ്മർ, ഫാസി, ശങ്കരാടി, ഗോവിന്ദൻകുട്ടി, അടൂർ ഭവാനി തുടങ്ങിയവരായിരുന്നു അതിലെ താരങ്ങൾ. ശ്രദ്ധേയമായൊരു ഗാനമുണ്ടായിരുന്നു അതിൽ. ഗോപുരനടയിൽ വാസന്തചന്ദ്രൻ എന്ന ആ ഗാനം ഇന്നും നാം ഓർക്കുന്ന ഒരു ഗാനമാണ്. അത് വിത്തുകൾ എന്ന സിനിമയിലുള്ളതാണ്. പൊൻകുന്നം വർക്കിയുടെ നാടകത്തെ ആസ്പദമാക്കി JD തോട്ടാൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഗംഗാ സംഗമം. മുഖ്യ കഥാപാത്രം ഇതിലും പുരോഹിതനായിരുന്നു. നസീർ, JC, ജയഭാരതി, തിക്കുറിശി, ബഹദൂർ തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചത്. ഇതിലൊരു ഹിറ്റായ ഗാനമുണ്ട്, മനസ്സ വാച കർമ്മണ എന്ന ഗാനം. അതിലെ രചന വയലാറായിരുന്നു. ഹിന്ദി ചിത്രത്തിൻ്റെ ചൂട് പിടിച്ച് പ്രേം നവാസ് അക്കാലത്തൊരു ചിത്രം നിർമ്മിച്ചു. അതിൻ്റെ പേര് നീതി എന്നായിരുന്നു. നീതിയുടെ ഒരു പ്രത്യേകത ആ സിനിമയിൽ ഗാനങ്ങളില്ല എന്നുള്ളതാണ്. ഉദയൻ നിർമ്മിച്ച, കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പഞ്ചവൻകാട് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കിയാണ് എടുത്തത്. അയ്യനത്തിൻ്റെ വേറൊരു നോവൽ തെറ്റ് സത്യനും ഷീലയും ഉമ്മറും അഭിനയിച്ചുകൊണ്ട് രംഗത്തെത്തി. വയലാർ ദേവരാജൻ്റേതായിരുന്നു സംഗീതം. PN മേനോൻ്റെ 2 ചിത്രങ്ങൾ മാപ്പുസാക്ഷി, പണിമുടക്ക്, ഇത് രണ്ടുമായിരുന്നു PN മേനോൻ്റെ 2 ചിത്രങ്ങളായി ഇറങ്ങിയത്. മാപ്പുസാക്ഷിയുടെ തിരക്കഥ MD ആയിരുന്നു. പെരുവാരം ചന്ദ്രശേഖരൻ്റെ കഥയെ ആസ്പദമാക്കി എടുത്തതാണ് പണിമുടക്ക്. KS സേതുമാധവൻ്റെ ഒരു പെണ്ണിൻ്റെ കഥ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഈങ്കുലാവ് സിന്ദാബാദ്, കരകാണ കടൽ എന്നിവയാണ് അക്കാലത്തിറങ്ങിയ ചില ചിത്രങ്ങൾ. മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് അറിയുവാൻ, മലയാള സിനിമാ രംഗത്ത് ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകളും കാണുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചരിത്രം നമുക്ക് തുടർന്ന് പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ചില അലങ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. അവ സിനിമാ ഗാനങ്ങളിൽ എങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നോക്കാം. സിനിമാ ഗാനങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനവും പ്രയോജനകരവും ആയിത്തീരാം. ഇത്തവണ നാം പറയാൻ പോകുന്ന അലങ്കാരം അർത്ഥാന്തരന്യാസം എന്ന അലങ്കാരമാണ്. സാമാന്യം താൻ വിശേഷം താനിവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനാം. സാമാന്യം താൻ
വിശേഷന്താനിവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനാവും. ഇതാണ് അതിൻ്റെ ലക്ഷണം. അതിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ നമുക്ക് കുറേ കൂടി മനസ്സിലാവും. താണ്ടിന, താണ്ടി ഞാൻ, ആര്? നാഴി, നാഴിയല്ല ആഴി. താണ്ടിനാൻ ആഴി ഹനുമാൻ ആണ്ടവർക്കെന്ത് ദുഷ്കരം. താണ്ടിനാൻ ആഴി ഹനുമാൻ, ഹനുമാൻ ആഴി താണ്ടി ആണ്ടവർക്കെന്ത് ദുഷ്കരം, ആണ്ടവർക്ക് എന്ത് ഇത്ര പ്രയാസമായിട്ടുള്ളത്. ഹനുമാൻ കടൽ ചാടിക്കടന്നു എന്ന വിശേഷത്തെ ആണ്ടവർക്കെന്തുമാകാം എന്ന സാമാന്യം കൊണ്ട് സമർത്ഥിക്കുകയാണ്. ഇതാണ് അർത്ഥാന്തരന്യാസത്തിൽ വരുന്നത്. അതായത് പ്രസ്തുതമായ സാമാന്യത്തെ, ഹനുമാൻ കടലിൽ ചാടിക്കടന്നു എന്നത് പ്രസ്തുതമായ ഒരു സാമാന്യ കാര്യമാണ്. അതിനെ സമർത്ഥിക്കുവാൻ അപ്രസ്തുതമായ വിശേഷണത്തെയോ പ്രസ്തുതമായ വിശേഷണത്തിന് വേണ്ടി അപ്രസ്തുതമായ സാമാന്യത്തെയോ പറയുകയാണ്. ആണ്ടവർക്ക് എന്താണ് ഇത്ര ദുഷ്കരമായിട്ടുള്ളത്? ഇതൊക്കെ ആണ്ടവർക്ക് എളുപ്പമല്ലേ? ആസ്വാദക മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ഗാനങ്ങളാണ് പി ഭാസ്കരൻ മാഷിൻ്റേത്. അവ നേരിട്ടാണ് പ്രവേശിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കടമ്പുകൾ കടക്കാനില്ല. സരള കോമള പദാവലികൾ മാത്രമല്ല, ഗ്രാമ്യതയും അതിൻ്റെ താരുണ്യവും തൻ്റെ ഗാനങ്ങളിൽ ആവാഹിച്ചാണ് ഭാസ്കരൻ മാഷ് വരികൾ എഴുതുന്നത്. ചില ലോക സത്യങ്ങൾ പോലും എത്ര ലളിതമായാണ് അദ്ദേഹം വാക്കുകളിൽ കുറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏത് ബന്ധമായാലും തുല്യമായ കൊടുക്കൽ വാങ്ങലുകൾ ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് ബന്ധത്തിന് ദൃഢതയും പ്രണയ സൗഷ്ഠവവും ഹൃദയ അടുപ്പവും ഉണ്ടാകുക. തൻ്റെ സുഖങ്ങൾക്കായി, ആവശ്യങ്ങൾക്കായി, സന്തോഷങ്ങൾക്കായി ഒരാൾ എല്ലാം മുടക്കുക, അയാളുടെ വികാരങ്ങളെ പോലും മാനിക്കാതെ ഇരിക്കുക എന്നതായാൽ ബന്ധം ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ തേപ്പ് എന്നാണ്. ഒരാളുടെ മാത്രം കാര്യത്തിന് വേണ്ടി നിൽക്കുക ഒരു ബന്ധത്തിൽ. മറ്റേയാളെക്കുറിച്ച്, മറ്റേയാളുടെ ഇമോഷൻസിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ല, അതിൽ താല്പര്യമില്ലാതിരിക്കുക. തൻ്റെ ഇമോഷൻസ്, തൻ്റെ സന്തോഷം, തൻ്റെ ജീവിതം, ഇത് മാത്രമാണ് പറയാനുള്ളത്. എങ്കിൽ ആ ബന്ധം എത്ര ദൃഢമാകാനാണ്? ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആവശ്യമാണ്. പ്രകൃതി പോലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലാണ്. എത്രയോ മനോഹരമായി ബന്ധത്തിലെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പി ഭാസ്കരൻ മാസ്റ്റർ കൊണ്ടുവരുന്നു ഗാനത്തിലൂടെ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ONV മറ്റൊരു കവിത ഇതിനോട് തുല്യമായിട്ട് നിൽക്കുന്നുണ്ട്. ആ കവിതയിൽ ഒരു വരി ഇതാണ്: എന്തേ ചിരിക്കുന്നു നിദ്രയിൽ നീ കണ്ട സ്വപ്നങ്ങൾ എൻ്റേതുമല്ലയോ. ആ സ്വപ്നങ്ങൾ പോലും എൻ്റേതല്ലേ, നമ്മൾ അത്രയ്ക്ക് പരസ്പരമുള്ളവരല്ലേ എന്ന് ONV ചോദിക്കുന്ന ഒരു കവിതയുണ്ട്. അതിനോടൊപ്പം നിൽക്കുന്ന, അല്ല അതിനു മുമ്പേ ഇറങ്ങിയ ഗാനമാണിത്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണുനീരും ആത്മഭാഗങ്ങളും പങ്കുവയ്ക്കാം, ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. കൽപ്പനതൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. കൽപ്പന എന്ന് പറഞ്ഞാൽ ഭാവന, ഭാവനയുടെ തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ജീവൻ്റെ ജീവനാം കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ജീവൻ്റെ ജീവനായ ഇവിടെ കോവിൽ അത്രയ്ക്ക് പരിശുദ്ധമാണ്. അവിടെ നേദിച്ച, ആ ജീവൻ്റെ ജീവനായ കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ഒരു ദിവസമല്ല, നിത്യം പങ്കുവയ്ക്കാം. സങ്കല്പ കേദാര ഭൂമിയിൽ വിളയുന്ന, കേദാരം എന്ന് പറഞ്ഞാൽ വിളഭൂമി, മറ്റൊരർത്ഥം ഹിമവാൻ്റെ ഒരു പർവ്വത ശിഖരവുമാണ്, ഹിമവാൻ്റെ ഒരു ഭാഗവുമാണ് കേദാരം എന്ന് പറയാറുണ്ട്. കേദാരനാഥൻ എന്നൊക്കെ അതുകൊണ്ടാണ് പറയാറ്. സങ്കല്പ കേദാര ഭൂമിയിൽ വിളയുന്ന, ഈ വിളഭൂമിയിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. എൻ്റെ ഭാവനയുടെ കേദാരത്തിൽ എൻ്റെ ഭാവന പോലും പങ്കുവയ്ക്കുകയാണ്. കർമ്മപ്രപഞ്ചത്തിൽ, ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം. ഏറ്റവും മനോഹരമായ 2 വരികളായിട്ട് മാറുകയാണ്. കർമ്മപ്രപഞ്ചത്തിൽ, ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം. എത്ര മനോഹരമായിട്ടാണ് ഈ പങ്കുവയ്ക്കൽ, പ്രണയം അല്ലെങ്കിൽ ബന്ധം വരച്ച് കാട്ടുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഈ ഗാനം മോഹനരാഗത്തിലുള്ളതാണ്. വിദ്യാസാഗർ സംഗീതം നൽകിയതാണ്. കാണാൻ കൊതിച്ച് എന്ന സിനിമയിലുള്ളതാണ്. മറ്റൊരു കാര്യം നോക്കുക. 1966
പ്രദർശിപ്പിച്ച തറവാട്ടമ്മ എന്ന സിനിമയിൽ MS ബാബുരാജ് സംഗീതം ചെയ്തൊരു ഗാനമുണ്ട്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ അരികി ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്ക് കാണാൻ, ഒരു വാക്ക് കേൾക്കാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. പാദങ്ങൾ കെട്ടിപ്പിടിക്കണം, മുറിവേറ്റ് നീറുന്ന ആ മാറം തഴുകണം, എന്ത് വെണ്ണ പുരട്ടി തഴുകി അത് ആശ്വസിപ്പിക്കണം. ഇതൊക്കെ പിന്നീടുള്ള വരികളിൽ വരുന്നുണ്ട്. ഇന്നും ഞാൻ ചെന്ന് വിളിച്ചില്ല എങ്കിൽ ഉണ്ണിൽ ഉറങ്ങില്ല മൽ ജീവനാഥൻ എന്നും പറഞ്ഞു വരുന്നുണ്ട്. ദുർഗ്രാഹ്യത ഒട്ടുമില്ലാത്ത, നേരിട്ട് മനസ്സിൽ പ്രവേശിക്കുന്ന ഗാനങ്ങളാണ് ഭാസ്കരൻ മാഷിൻ്റെത്. എത്ര എളുപ്പത്തിലാണ് ഹൃദയസ്പർശിയായ ഈ ഗാനം, ഇത്തരം ഗാനങ്ങൾ വാക്കുകളിൽ ഒരുത്ത് ഒരു മാല പോലെ നമ്മുടെ ഗളത്തിൽ അണിയിക്കുന്നത്, മനസ്സിലേക്ക് അത് പ്രവേശിപ്പിക്കുന്നത്. ഗാനങ്ങൾ രചിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയും നമുക്ക് ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളിലൂടെ യാത്ര ചെയ്യാം. നന്ദി, നമസ്കാരം.